ജീവിതത്തിൽ ഒറ്റപ്പെടൽ അനുഭവിക്കാത്തവരുണ്ടാവില്ല. എന്നാൽ ആ ഒറ്റപ്പെടലിൻ്റെ ഏകാന്തതയിൽ തോറ്റുപോയി എന്ന് ചിന്തിക്കുന്നവരാണ് ഏറെയും. പക്ഷേ സത്യമതല്ല. ആ ഒറ്റപ്പെടൽ നമുക്ക് സ്വയം വളരാനുള്ള ഏറ്റവും നല്ല അവസരമാണ്. അതെങ്ങനെയാണെന്നല്ലേ? സ്വാഗതം എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി. ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, എന്നെ ആരും സപ്പോർട്ട് ചെയ്തിട്ടില്ല, എന്നെ ആരും സഹായിച്ചിട്ടില്ല, എന്നെ ആരും ശ്രദ്ധിച്ചിട്ടില്ല, എന്നെ ആരും മനസ്സിലാക്കിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ എനിക്ക് നിങ്ങളോടൊരു ചോദ്യമുണ്ട്. ഒരാളുടെയും സപ്പോർട്ടില്ലാതെ നമുക്ക് ജീവിതത്തിൽ വളരാൻ കഴിയില്ലേ? ആരും കൂടെയില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാനാവില്ലേ? അതിൻ്റെ ഉത്തരം ഒരുപക്ഷെ ജീവിതത്തിൽ തോറ്റ് ജയിച്ചവരോട് തന്നെ ചോദിക്കേണ്ടി വരും, അല്ലേ? അറിവ് നേടാൻ പലപ്പോഴും നല്ല നല്ല പുസ്തകങ്ങളിലേക്കാണ് നമ്മൾ എത്തി നോക്കാറുള്ളത്. എന്നാൽ ഇടയ്ക്കൊക്കെ ചുറ്റുമുള്ള പ്രകൃതിയിലേക്കൊക്കെ നമ്മളൊന്ന് എത്തി നോക്കണം. ജീവിതത്തിൻ്റെ ചില പച്ചയായ യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് പ്രകൃതി നമ്മളെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. സുഖവും ദുഃഖവും രാവും പകലും പോലെയാണ്, മാറി മറിഞ്ഞുകൊണ്ടേയിരിക്കും, തടയാനാവില്ല. ജീവിതത്തിൻ്റെ ഒരവസ്ഥയും സ്ഥായിയായി നിലനിൽക്കില്ല. ഋതുഭേദങ്ങൾ മാറി മറിയുന്നത് പോലെ തന്നെ അത് മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടേയിരിക്കും. ഒരു ഉയർച്ചയുണ്ടാകുമ്പോൾ ഒരു താഴ്ചയുമുണ്ട്. അതും പ്രകൃതി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ വിഷയം പക്ഷേ ഒറ്റപ്പെടലിനെ കുറിച്ചാണല്ലോ. ഒറ്റപ്പെടലിനെ കുറിച്ചും പ്രകൃതി നമ്മളെ പഠിപ്പിക്കുന്നുണ്ടെന്നേ. ഇന്തോനേഷ്യയിൽ കാണപ്പെടുന്ന മാലിയോ എന്ന പക്ഷി അതിൻ്റെ ഉദാഹരണമാണ്. ഈ പക്ഷി മുട്ടയിടാൻ സമയമായാൽ ചുട്ടുപൊള്ളുന്ന മണലാരണ്യത്തിലേക്ക് പോകും. അവിടെ ഏകദേശം ഒരു 3 അടി ആഴത്തിൽ കുഴിയെടുത്ത് മുട്ടയിടും. മുട്ടയിട്ട് കഴിഞ്ഞാൽ പക്ഷേ പിന്നീട് അതിന് യാതൊരുവിധ പരിചരണവും നൽകാറില്ല. ആ മുട്ടയെ പിന്നീട് സംരക്ഷിക്കുന്നത് പ്രകൃതി തന്നെയാണ്. ഭൂമിയുടെ ചൂടിൽ പിന്നീട് അത് വിരിയുന്നു. അത് കഴിഞ്ഞ് ആരുടെയും സഹായമില്ലാതെ 2 മുതൽ 3 ദിവസം വരെ പരിശ്രമിച്ച് ആ കുഞ്ഞ് മണലിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ മണിക്കൂറുകൾക്കകം അത് പറന്നുയരും. ഇത് വെറുമൊരു കഥയല്ല, ജീവിതത്തിൻ്റെ ഒരു വലിയ സത്യം കൂടിയാണ്. എല്ലാവർക്കും ഒരേപോലെ ജീവിതത്തിൽ സപ്പോർട്ട് ലഭിക്കണം എന്നില്ല. എന്നാൽ അതുകൊണ്ട് ജീവിതം അവിടെ നിലച്ചു പോകുന്നു എന്നല്ല അർത്ഥമാകുന്നത്. ഒറ്റപ്പെടൽ എന്നത് ഒരാൾക്ക് സ്വയം കൂടുതൽ ശക്തനാകാനുള്ള ഒരു പരിശീലന സമയമാണ്. ആരും കൂടെയില്ലാതെ ആ സമയത്ത് നമുക്ക് നമ്മളെ കണ്ടെത്താനാവണം. നമ്മുടെ ഉള്ളിലുള്ള ശക്തിയെ പുറത്തു കൊണ്ടുവരണം. മനക്കരുത്ത് കൊണ്ട് ഈ ലോകത്തെ പോലും നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു ജീവിയുടെ പേരാണ് മനുഷ്യൻ. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും സ്വയം മനസ്സിലാക്കുക, ആരുടെയും പിന്തുണയില്ലാതെ ജീവിതം പരാജയമല്ല, അത് പരിശീലനമാണ്. ഒറ്റപ്പെടൽ ഒരു ശിക്ഷയുമല്ല, അതൊരു തയ്യാറെടുപ്പാണ്. ആരും കൂടെയില്ലെന്ന് തോന്നുമ്പോൾ സ്വയം ഉയരാൻ പഠിക്കണം. ആരും വഴികാട്ടാതപ്പോൾ സ്വയം വഴികൾ കണ്ടെത്തണം. പ്രിയപ്പെട്ട കൂട്ടുകാരൻ, എന്നെ ആരും സഹായിച്ചില്ല എന്ന വാക്ക് ഒരു പരാതിയായി കൊണ്ടു നടക്കാനുള്ളതല്ല, അതൊരവസരമാക്കാനുള്ളതാണ്. സ്വയം വളരാനും ചിലതൊക്കെ ഈ മണ്ണിൽ അടയാളപ്പെടുത്തുവാനുമുള്ള അവസരം. ചുരുക്കി പറഞ്ഞാൽ, ആരുമില്ലാതപ്പോൾ തന്നെയാണ് നമ്മൾ യഥാർത്ഥ നമ്മളായിട്ട് രൂപപ്പെടുന്നത്. എ റിയൽ പവർഫുൾ പേഴ്സൺ. താങ്ക് യു.